ഞങ്ങളിപ്പോൾ പറയുന്നത് ഇത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. ഈ അധാർമികനെ, ഈ തെമ്മാടിയെ, ഈ ആഭാസനെ, ഈ ക്രിമിനലിനെ, ഈ പെർവേർട്ടിനെ, ഇതുപോലെ ഒരു ഹാബിച്വൽ ഒഫൻഡറായ ഒരു സൈക്കോപാത്തിനെ എല്ലാ നിലക്കും എല്ലാ സംരക്ഷണവും നൽകി സംരക്ഷിച്ചു വരുന്നത് ഷാഫി പറമ്പിൽ MP ആണ്. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട നിമിഷം തൊട്ട് ഇദ്ദേഹം ഒരുപക്ഷെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വണ്ടി കയറുമ്പോൾ തൻ്റെ പിൻഗാമിയായി ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടേക്ക് ആനയിക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ചില കാര്യങ്ങൾ ഈ പാലക്കാട്ടെ DCC നേതൃത്വത്തിനോട് ഒപ്പം തന്നെ ഷാഫിയുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ ഏറിയ പങ്കും ഷാഫിയുടെ കൈകളിലാണുള്ളത്. ഇതെല്ലാം അറിഞ്ഞും ഇതുപോലെ ഒരു ക്രിമിനലിനെ പാലക്കാട് പോലെ വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ഇപ്പം നോക്കൂ, പാലക്കാട് ഇതുപോലെ ഒരാളുടെ പേരിൽ ദിനേന ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞത്, DYFI ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഇര, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ നിയമപരമായി പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ആ ക്രൂരകൃത്യത്തിന് ഇരയായിട്ടുള്ള പെൺകുട്ടി നേരിട്ട് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിരിക്കുകയാണ്. ഇനി എന്ത് എന്ന് ചോദിക്കാൻ, അതല്ലെങ്കിൽ ഇനിയും ഇപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വരെ DC അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ KPCC നേതൃത്വം എല്ലാം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളുണ്ടോ, ആരെങ്കിലും നിയമപരമായി പരാതി നൽകിയതിൻ്റെ എന്തെങ്കിലും രേഖകളുണ്ടോ എന്നാണ്. നിയമപരമായി അതും ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനല്ല, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നേരിട്ടെത്തി സെക്രട്ടേറിയറ്റിലെത്തി പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആള് വില്ലാളി വീരനാണ്. അദ്ദേഹം വലിയ രീതിയിലൊക്കെ വെല്ലുവിളികളുമായി കഴിഞ്ഞ മണിക്കൂറുകൾ മുൻപ് വരെ ഇന്ന് കണ്ണാടിയിലും പാലക്കാടും ഒക്കെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാട്ടെ MLA ഓഫീസ് അടച്ചിട്ട് രായ്ക്ക് രാമാന മുങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞങ്ങളൊന്ന് പറയട്ടെ, എവിടെ പോയി ഒളിച്ചാലും ഞങ്ങള് നിയമത്തിന് മുന്നിൽ താങ്കളെ കൊണ്ടുവരും. ഈ കേരളീയ പൊതുസമൂഹത്തിൻ്റെ എല്ലാ പിന്തുണയും ആ പെൺകുട്ടിക്ക്, അതല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആ പെൺകുട്ടിക്കൊപ്പം ഈ കേരളീയ സമൂഹം നിൽക്കുന്നുണ്ട്. ഇപ്പം എവിടെ പോയി ഒളിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നാഴികക്ക് 40 വട്ടം എന്ന പോലെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാണെന്നറിയില്ല, ഇൻസ്റ്റഗ്രാമിൽ സത്യമേവ ജയതേ. ഏത് സത്യമാണ്? ആരുടെ സത്യമാണ്? എന്ത് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത എല്ലാ ക്രിമിനലിസവും നടത്തി, ഗർഭചിത്രം നടത്തി, അതിനെ നിർബന്ധിച്ച് ആ കുട്ടിയെ ഒരു ട്രോമ സ്റ്റേജിലേക്ക് ഒന്നല്ല, ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഒരു പരാതി ഇന്ന് സധൈര്യം മുന്നോട്ട് വന്നു. നാളെ തൊട്ട് ഇനി കൂടുതൽ പരാതികൾ വരും. സ്ത്രീകളുടെ വരും, ട്രാൻസ് വിഭാഗത്തിൽ നിന്ന് വരും, യുവതികളുടെ വരും, പ്രായമായവരുടെ വരും, കോൺഗ്രസിനകത്ത് നിന്ന് വരും, യൂത്ത് കോൺഗ്രസിൽ നിന്ന് വരും, മൂത്ത കോൺഗ്രസിൽ നിന്ന് വരും, മഹിളാ കോൺഗ്രസിൽ നിന്ന് വരും. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഇവിടെ കൂടുതൽ വെളിപ്പെടുത്തലുകളെല്ലാം അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു MLA ഒരു നിയമ സാമാജികനായി തുടരാൻ വേണ്ടി കഴിയാൻ പറ്റാത്തത്ര ഗൗരവതരമായ പല പരാതികളും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന ദിവസങ്ങളിൽ പുറത്തേക്ക് വരാൻ വേണ്ടി പോവുകയാണ്.